മക്കളെ +1 ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം എന്ന ചാപ്റ്റർ എന്നറിയാവോ? യെസ്, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ആ കിടുക്കാച്ചി ചാപ്റ്ററിൽ നിന്നും കിണ്ണം കാച്ചിയ അടിപൊളി ഒരു ക്വസ്റ്റ്യനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ കയ്യിൽ വലിയൊരു ഡ്രോപ്പ് ഉണ്ട്. ആ ഡ്രോപ്പ് 8 ഐഡന്റിക്കൽ ഡ്രോപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ഒരേപോലത്തെ 8 ഡ്രോപ്പായിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പുതിയ ഡ്രോപ്പിൻ്റെ, കുഞ്ഞു ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വലിയ ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷറിനെ ΔP എന്ന് വിളിക്കാം. എങ്കിൽ കുഞ്ഞു ഡ്രോപ്പിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതിന് മുന്നോട്ടായിട്ടൊരു കാര്യം അറിയണം. ഒരു സ്പിയർ 8 സ്പിയറായിട്ട് മാറുകയാണ്. അപ്പോൾ വോളിയം 1/8 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് എത്ര ആയിട്ട് മാറും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 1/2 ആവും. അപ്പോൾ വോളിയം 1/8 ആയി കഴിഞ്ഞാൽ റേഡിയസ് നേരെ എന്താവും മക്കളെ? ഹാഫ് ആവും. എങ്കിൽ നമുക്ക് പുതിയ എക്സസ് പ്രഷറിനെ ΔP' എന്ന് വിളിക്കാം. അതിനെ നമുക്ക് 2S/R, R എന്നുള്ള ഇപ്പോൾ എന്തായി? R/2 ആയി അല്ലേ? R/2 ആയി. അപ്പോൾ ΔP' 2 × 2S/R. നമുക്കറിയാം 2S/R എന്ന് പറയുന്ന വലിയ ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷറാണ്. അപ്പോൾ ΔP' നമുക്ക് പറയാം 2 × ΔP. അതായത് നമ്മുടെ എക്സസ് പ്രഷർ എന്ത് സംഭവിച്ചു? 2 മടങ്ങായിട്ട് കൂടി. അപ്പോൾ ഡ്രോപ്പ് ചെറുതായി കഴിഞ്ഞാൽ എക്സസ് പ്രഷർ എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ചെയ്യും. ΔP ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ്. റേഡിയസ് ആണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കാണാം. ബൈ ബൈ.